CPIM മണലൂർ ഏരിയ സമ്മേളനം 21, 22, 23 തീയതികളിലായി നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സമ്മേളനത്തിന് മുന്നോടിയായി പാവർട്ടിയിൽ 20-ന് പതാക ഉയരും. 20-ന് വൈകിട്ട് 4-ന് തൈക്കാട് ഫാസിൽ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് PA രമേശൻ നയിക്കുന്ന പതാക ജാഥയും അന്തിക്കാട്ടെ രക്തസാക്ഷികളായ PK നാരായണൻ, ചങ്കരം കണ്ടത്ത് സുബ്രഹ്മണ്യൻ എന്നിവരുടെ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് VN സുർജിത് നയിക്കുന്ന കൊടിമര ജാഥയും, എലവത്തൂരിലെ മുജീബ് റഹ്മാൻ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ആഷിഖ് വലിയകത്ത്, തിരുനെല്ലൂരിലെ ഷിഹാബുദ്ദീൻ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് AK ഹുസൈൻ എന്നിവർ നയിക്കുന്ന ദീപശിഖ ജാഥയും പാവറട്ടി സെന്ററിൽ സംഗമിക്കും. തുടർന്ന് പൊതുസമ്മേളനം നടക്കുന്ന പാവറട്ടിയിലെ KK ശങ്കരൻ നഗറിൽ വൈകിട്ട് 6:30-ക്ക് സമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് പതാക ഉയർത്തും. 21-ാം തീയതി പാവറട്ടി VKG ഒലിവിയ ആർക്കേഡിൽ സജ്ജമാക്കുന്ന KK രഘുനാഥൻ നഗറിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം MK കണ്ണൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന കമ്മിറ്റി അംഗം ബേബി ജോൺ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ മുരളി പെരുന്നെല്ലി, KV അബ്ദുൽ ഖാദർ, TK വാസു എന്നിവർ സമ്മേളനത്തിൽ സംബന്ധിക്കും. 15 ലോക്കൽ കമ്മിറ്റികളിൽ നിന്നായി 177 പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. 22-നും പ്രതിനിധി സമ്മേളനം തുടരും. 23-ന് വൈകിട്ട് പാവറട്ടി മനപ്പടിയിൽ നിന്ന് റെഡ് വളണ്ടിയർ പരേഡും ബഹുജന റാലിയും ആരംഭിച്ച് സമ്മേളന വേദിയിലെത്തി സമാപിക്കും. തുടർന്ന് പൊതുസമ്മേളനവും നടക്കും. സമ്മേളന നഗരികളിൽ പഴയകാല സമരപോരാട്ടങ്ങളെ അനുസ്മരിക്കുന്ന എക്സിബിഷൻ കൗണ്ടറുകളും അഖിലേന്ത്യാ സെക്രട്ടറിയായിരുന്ന സീതാറാം യെച്ചൂരിയുടെയും സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെയും സ്ക്വയറുകളും സ്ഥാപിക്കുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മണലൂർ ഏരിയ സെക്രട്ടറി CK വിജയൻ, ജില്ലാ കമ്മിറ്റി അംഗം TV ഹരിദാസൻ, ഏരിയ കമ്മിറ്റി അംഗം PA രമേശൻ, സംഘാടക സമിതി കൺവീനർ VG സുബ്രഹ്മണ്യൻ, ചെയർമാൻ ഡോക്ടർ CL ജോഷി, ട്രഷറർ ബാബു ആന്റണി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. CCTV ന്യൂസ് കേച്ചേരി.